കുറേ ഡ്രസ്സെല്ലാം കണ്ടുന്നു. വെള്ളമുണ്ട്, കാവ്യമുണ്ട്. അതൊന്നും വാഷിംഗ് മെഷീനിലിട്ടാൽ ശരിയാവില്ല, കളർ കയറി പിടിക്കണേ. അപ്പോൾ അത് അലക്കും കല്ലുമ്പോൾ കഴുകാൻ വെച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വെള്ളമുണ്ട് ഒന്ന് പിടിക്കാം. 2 വെള്ളമുണ്ടുണ്ട്, അത് മുന്ന് തുടങ്ങാം. കുറച്ച് സർഫിൻ്റെ പൊടി ഇടാം, വേഗം ചെളി പോകാനായിട്ട്. സോപ്പും പൊടിയിൽ കുതിർത്തിട്ട് കുറച്ച് നേരം 1 മണിക്കൂറോളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ച് സോപ്പൊക്കെ തേച്ച് കൊടുക്കാം. നന്നായി തേച്ച് പിടിപ്പിക്കും. ഫസ്റ്റ് നമുക്കതിൻ്റെ ഈ കരകളിൽ നിന്ന് തുടങ്ങാം. ഇവിടെയാണ് ചെളി വരിക അധികം. കാരണം നമ്മൾ മുണ്ട വെച്ചിട്ട് നടക്കുമ്പോഴേക്ക് മുണ്ടിന് കുത്ത വെച്ചിട്ട് നടക്കില്ല. മുണ്ട വെച്ചിട്ടില്ല, മുണ്ടിന് കുത്ത വെച്ചിട്ട് നടക്കും. ഒന്ന് ഓർഡർ കഷ്ടം. ഒരു സൈഡ് വരച്ചിട്ടുണ്ട്, പിന്നെ അടുത്ത സൈഡ് വരയ്ക്കാം. വരയ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ തല്ലലക്കാം നന്നായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് അല്ലെങ്കിൽ അലക്കുമ്പോൾ ചിലപ്പോൾ മേലേക്ക് തെറിക്കും. എന്തായാലും തെറിക്കും, അല്ലെങ്കിലും തെറിക്കും. അപ്പോൾ നമുക്കതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്ത് പതക്കെ ഒന്ന് കളഞ്ഞ് വെള്ളത്തിൽ കൈ വലിഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്ക് കരയിൽ അവിടെ നിന്ന് അലക്ക് തുടങ്ങാം. ഒരു ഫസ്റ്റ് കഴിഞ്ഞ് ഒരു വട്ടം കൊണ്ട് ഇതുപോലെ പതുക്കെ ഇനി നമുക്കിതൊന്ന് പതുക്കുന്നു കുത്തിത്തിരിക്കും. കുത്തിത്തിരുമ്പി കഴിഞ്ഞിട്ട് ഇനി നമുക്കത് വേറൊരു ബക്കറ്റിലേക്ക് ഇടാം. ഇനി അടുത്ത മുണ്ട് സെയിം ഇതേപോലെ ചെയ്യാം. ഫസ്റ്റ് വരാം സെയിം. ഇത് നമ്മുടെ മോളിൻ്റെ ഡ്രസ്സാണ് നിറച്ച് വർക്കുകളൊക്കെ ആയിട്ടുള്ളത്. അത് അധികം തല്ലി തിരുമ്പാൻ പറ്റില്ല. നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് സോപ്പ് വെള്ളത്തിലിട്ട് നനച്ചൊന്ന് കുത്തി തിരുമ്പിക്കാം. ഇത് എത്രയും മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കിറ്റൊക്കെ പോകും. പിന്നെ അതിൻ്റെ ഷാളാണത്, അത് ഇതുപോലെ തന്നെ കുത്തി തിരുമ്പിക്കുന്നത്. വൈഫിൻ്റെയാണ് ഇതുപോലെ ഇതുപോലെ ഫുൾ വർക്ക്. ഇതൊന്നും മറ്റേ വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഇടാവും. വൈഫിൻ്റെ ഒരു ഡ്രസ്സാണ്, ചുരിദാറാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മോളുടെ പരിപാടി എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എടുത്തിട്ടാണ് കുറച്ച് സോപ്പ് തെച്ച് വെറുതെ തന്നെ കുത്തി തിരുമ്പിടിക്കാൻ നല്ലത്. തകടുകൂടെ വാഷിംഗ് മെഷീൻ നശിച്ചാവും, ഡ്രസ്സും നശിച്ചാവും. അത് 3 കഴിഞ്ഞു. പത കഴിഞ്ഞു. കുറച്ചുകൂടി സർഫിൻ്റെ പൊടി ഇടാം. ഇനിയുള്ളത് 2 കായും കൊണ്ടാണ്. ഇതും അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ലേ. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് ആകെ അടിപറ്റി വെള്ളം തമ്മിലൊക്കെ കാവി കളർ കയറി പിടിച്ചിട്ട്. ഓക്കെ, ഇത് നമുക്ക് അതുപോലെ തന്നെ ഫസ്റ്റ് കരകത്ത് തുടങ്ങാം. കുത്തി തിരുമ്പലും മതി, തല്ലി തിരുമ്പണ്ട. കാവി കളർ വെള്ളം പോകുന്നുണ്ട്. ഇതൊക്കെ വെള്ള കളർ വരുന്നുണ്ട്. കാവി ഇത് 2ാമത്തെ. 3 കൂടുതൽ പോകുന്നത്, കാരണം ഇത് കോട്ടനാണ്. അങ്ങനെ തുണി നനച്ച് തിരുമ്പൽ കഴിഞ്ഞ് ഇനി നമുക്ക് ദൂരി പിഴിയണം. വെള്ളം മുണ്ടിൽ ഉജാല പിഴിയണം. ചോർത്തുണ്ട് ആവി കളറായി വെള്ളം. ഇതങ്ങനെ പലക്ക വിഷയിലിട്ട് എന്തായാലും എൻ്റെ വെള്ളം കൊണ്ടൊക്കെ നാശമായി പോയില്ലേ, കണ്ടോ കളറ്. അപ്പോൾ വൈഫിൻ്റെ ചുരിദാറിൻ്റെ തുണി തോന്നാം ദൂരി പിഴിഞ്ഞ് ആദ്യം ഷാളാവാം.
ഇനി അടുത്തത് ചുരിദാർ. സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും ചെയ്യാനും പറ്റില്ല. സ്വിറ്റൊക്കെ ചിലപ്പോൾ പറഞ്ഞത് കാരണം അതും ഇവിടെ ഇല്ലടാ. ഇനി മോളുടെ ആ ചുരിദാറല്ല മറ്റൊരു ഉടുപ്പാണ്, അതുകൂടി ഒന്ന് ഊരിപ്പിടിക്കാം. എന്ത് വെയിറ്റ് അത് ഈ ഡ്രസ്സ് പോലെ. ഈശ്വര, വെള്ളം കൂടി നനഞ്ഞോടുകൂടി ഭയങ്കര കനായില്ലോ. അതിന് പിഴിയാനൊന്നും പറ്റില്ലേ, ഇങ്ങനെ തന്നെ വെള്ളം മാർന്നു പോട്ടെ. ഭയങ്കര വെയിറ്റ് ഇങ്ങനെ തന്നെ ഇടാം. ഈശ്വര, അഴക്ക മുട്ടാവോ. വലിയ ക്ലിപ്പിട്ടിട്ട് നീ താളാ അതാനല്ലേ ഭാഗ്യം. സൂചി പ്രിയ, സൂചി കേട്ടോ സാധനം ഡ്രസ് കേൾക്കല്ലേ. കാലുമ്പ് കഴിയുമ്പോ വരല്ലേ നീ നമ്മുടെ കാലുമുണ്ട് നടണം. ഫുൾ ചായ മാത്രം കാലം ചായ ഇടണം. ഇപ്പോഴത്തെ കളറിനായി കാണുന്നത് ഇത് മുഴുവൻ വാഷിംഗ് മെഷീനിൽ ടച്ച് ചെയ്യാൻ ഡ്രസ്സ് കയറി പിടിച്ചത്. ഇത് നമ്മുടെ വെള്ളമുണ്ടാണ് ഉരി പിടിക്കാനുള്ളത്. ഇത് വെള്ളം മുടി പിടിച്ചെടുക്കാൻ കേട്ടോ. വീഡിയോ കണ്ടിട്ട് ചേച്ചിമാർക്ക് ഇഷ്ടമാണെന്ന് ലൈക്ക് എടുത്തോ കേട്ടോ. ചേട്ടന്മാർക്ക് ഇഷ്ടമില്ലേ, കാരണം ഞാൻ പണിയെടുക്കുന്നതുകൊണ്ട്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ ആൾ ചെയ്യുന്ന ചെയ്താലോ തൽക്കാലം ഇടാം, കാരണം ചിലപ്പോൾ ഇടാം. രണ്ട് മുമ്പ് ഇനി ഇത് നമുക്ക് ഉജാലം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. ഞാൻ പറ്റാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ലതാണ് ഉജാലത്തിൽ വയ്ക്കാം. ജലം വെക്കാൻ പോകണം. ജലം വെക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടിലെ പരമാവധി നമ്മൾ നീർത്തി പിടിച്ചിരുന്നു. ചുറ്റുകൂടി നിൽക്കരുത്, ആകെ പാണ്ടിട്ടുണ്ടോ നീർത്തി പിടിക്കുക. എന്നിട്ട് ഈ ബക്കറ്റിൽ കുറേ ഇറക്കി കൊടുക്കും. ഇതുപോലെ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അതെല്ലാവർക്കും കയറി എന്നറിയില്ലവർക്കും എല്ലാവരും പറഞ്ഞു നോക്കണ്ട. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടില്ല എല്ലാവർക്കും പിടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പാമ്പിനുണ്ടായിരുന്നു. ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അല്ല ചിലപ്പോൾ നല്ല കളർ മടക്കി കിട്ടാൻ പാടോ നനഞ്ഞ അപ്പോൾ പരമാവധി നേരിട്ട് നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുണ്ടൊന്ന് ഡിസ്ട്രിക്ട് ഒത്തിരി പാടായിരിക്കും ഇങ്ങനെ അലക്കി കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് ചുളിവൊക്കെ പറയുന്നത് ടിപ്പാണ്. നിങ്ങൾക്കറിയാവുന്നറിയില്ല. അതുപോലെ ഈ രണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വർക്കുകൾ. അതൊക്കെ നമ്മുടെ വീട്ടിലത്തെ പണികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കണം, ഞാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള രസകരമായ വീഡിയോകളുമായി ഓക്കെ, ഗുഡ് ബൈ. ഇതൊക്കെയാണ് നമ്മളിന്ന് രാവിലെ